സിംബ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദ ലയൺ കിങ് എന്നൊക്കെ പറയുന്ന ഡിസ്നി പിക്ചേഴ്സിന്റെ സിനിമ ഓർമ്മ വരും. ഈ സിംബ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഈ സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വീട്ടിലെ പട്ടിക്കുട്ടിക്കും പൂച്ചക്കുട്ടിക്കും ഒക്കെ നമ്മൾ പലരും സിംബ എന്ന് പേരിട്ടിട്ടുണ്ട്. ഈ സിംബയുടെ അർത്ഥം അറിയണമെങ്കിൽ നമ്മൾ ആഫ്രിക്ക വരെ പോകേണ്ടതായിട്ട് വരും. അതിനൊരു കാരണമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ ഉള്ളത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ തന്നെ ടാൻസാനിയ, കെനിയ എന്നീ ഭാഗങ്ങളിൽ സംസാരിച്ചു വരുന്ന ഒരു ഭാഷയുണ്ട്. സ്വഹീലി എന്നാണ് ഈ ഒരു ഭാഷയുടെ പേര്. അപ്പൊ ഈ സ്വഹീലി ഭാഷയിൽ സിംബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സിംഹം എന്ന് തന്നെയാണ്. ആൻഡ് ഇതിന് വേറെയും കുറച്ച് റെഫറൻസുകൾ എടുക്കാം കേട്ടോ. ദ ലയൺ കിങ് എന്ന് പറയുന്ന സിനിമയിൽ സിംബയുടെ അച്ഛനായിട്ടുള്ള രാജാവായിട്ടുള്ള സിംഹത്തിന്റെ പേര് മുസാഫ എന്നൊക്കെയാണ്. ഈ മുസാഫ എന്ന് പറയുന്ന വാക്കിന് സ്വഹീലി ഭാഷയിലെ അർത്ഥം കിങ് എന്ന് തന്നെയാണ്. ഇനി സിംബയുടെ കൂട്ടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട്. പുംബ എന്നാണ് ആളുടെ പേര്. ഈ പുംബ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? സില്ലി പേഴ്സൺ, കെയർലെസ് പേഴ്സൺ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇനി വീട്ടിലെ പൂച്ചക്കുട്ടിക്കും പട്ടിക്കുട്ടിക്കും ഒക്കെ സിംബ എന്ന് പേരിടുമ്പോൾ നമ്മൾ അവരെ സിംഹം സിംഹം എന്നാണ് വിളിക്കണേന്നുള്ളൊരു കാര്യം എല്ലാവരും ഓർത്ത് വെക്കണം കേട്ടോ.